ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ NCPC കുടിവെള്ള പദ്ധതി കമ്മിറ്റി കൺവീനർ അബ്ദുൽ ഹമീദിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ UDF നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ 25ഓളം കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണ് NCPC കുടിവെള്ള പദ്ധതി. കഴിഞ്ഞ 10 വർഷത്തോളമായി നല്ല രീതിയിൽ നടന്നു വരുന്നതാണ് ഇത്. കൺവീനറുടെ രോഗം കാരണം കഴിഞ്ഞ 1 വർഷത്തോളമായി ഗുണഭോക്തൃ വിഹിതം പിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശിക വന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ യാഥാർത്ഥ്യം ഇതായിരിക്കെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് അഴിമതി നടത്തിയെന്നാണ് UDF നേതാക്കൾ കള്ളപ്രചരണം നടത്തിയത്. ഇതിൽ മനംനൊന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് തലത്തിലുള്ള ഒരു കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി എന്ത് വേണം? ഭരണസമിതി അംഗീകാരം കൊടുക്കണം. ആ കമ്മിറ്റി ഭരണസമിതി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഈ 8 അംഗങ്ങൾ ചേർന്ന് 8 വാർഡിലെയും ഗുണഭോക്തൃ കമ്മിറ്റിയുടെ ഭാരവാഹികളും 8 വാർഡിലെ മെമ്പർമാരും കൂടി ചേർന്ന യോഗത്തിൽ, അതിൽ പഞ്ചായത്ത് സെക്രട്ടറി പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഇവർ UDFൻ്റെ 3 മെമ്പർമാർ, 8 വാർഡിലെ 5 വാർഡ് LDFൻ്റെ മെമ്പർമാരും 3 വാർഡിലെ UDF മെമ്പർമാർ, ഈ 3 വാർഡിലെ മെമ്പർമാർ അതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഞങ്ങൾ ഇതിന് സഹകരിക്കില്ല. ഈ കണക്ക് കാര്യങ്ങൾ, നിലവിലുള്ള കമ്മിറ്റിയുടെ കണക്കും കാര്യങ്ങളൊക്കെ അംഗീകരിക്കാതെ, അതിനെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണത കിട്ടാതെ ഞങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് അവരത് കമ്മിറ്റിക്ക് വിയോജനം രേഖപ്പെടുത്തിയതാണ്. അതിലൊരു ചെറിയ ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഐക്യകണ്ഠേനെടുത്ത തീരുമാനമാണ്. ഈ ഐക്യകണ്ഠേനെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർഡുകളിലൊക്കെ കമ്മിറ്റി ഉണ്ടാക്കിയത്. അതിൻ്റെ പുസ്തകം അത് ഇത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ പുസ്തകത്തിൽ ഇവരൊക്കെ ഒപ്പിട്ടുണ്ട്, എല്ലാവരും ഒപ്പിട്ട പുസ്തകം അത്. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് കമ്മിറ്റി ഉണ്ടാക്കിയതും 1000 രൂപ പിരിച്ചെടുക്കാൻ തീരുമാനിച്ചതൊക്കെ എല്ലാവരും കൂടി ഐക്യകണ്ഠേനാണ്. അങ്ങനെ ഈ കമ്മിറ്റി അംഗീകരിക്കുന്ന ഭരണസമിതി യോഗത്തിലും അതിന് മുമ്പ് ചേർന്ന യോഗത്തിലും ഈ കമ്മിറ്റിയെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഭരണസമിതി ഇതൊക്കെ കണക്കൊക്കെ അവതരിപ്പിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞത് ഇതൊരു താൽക്കാലികമായ സംവിധാനമാണ്. കണക്ഷനൊക്കെ പുനഃസ്ഥാപിച്ചതിന് ശേഷം വിപുലമായ കമ്മിറ്റിയൊക്കെ വിളിച്ചു ചേർത്ത് തീരുമാനിക്കാൻ അതൊന്നും അവർ അംഗീകരിച്ചില്ല. ഐക്യകണ്ഠേനെടുത്ത തീരുമാനം അവിടെ വന്ന് അവരത് വിലയേറ്റു, തോലെ ലംഘിച്ചു. പക്ഷേ അവിടെ വന്ന ഗുണഭോക്തൃ കമ്മിറ്റിൻ്റെ ആളുകൾ എന്ത് പറഞ്ഞു? മെമ്പർമാർ എതിരായാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം, അതുകൊണ്ട് കമ്മിറ്റി നിർബന്ധം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റി ഭരണസമിതി അംഗീകരിച്ചു. ഭരണസമിതി അംഗീകരിക്കുന്ന സമയത്ത് ഇവരതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നല്ലത്. അതിൻ്റെ ഇടയിലാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് UDFൻ്റേതായ വലിയ രൂപത്തിലുള്ള സമരങ്ങൾ നടക്കുന്നത്. മെമ്പർമാരുടെ സമരം, അതേപോലെ ചിറ്റാലിപ്പിലാക്കൽ വെച്ചിട്ടുള്ള UDFൻ്റെ ഒരു സമരം, പിന്നെ കൂളിമാട് അങ്ങാടിയിലൊരു പൊതുയോഗം, കെട്ടാങ്ങൽ വീണ്ടും ഒരു പൊതുയോഗം. ഈ പൊതുയോഗത്തിലൊക്കെ വെച്ചിട്ട് വ്യാപകമായ തോതിൽ ഈ കമ്മിറ്റി കൺവീനറെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതേപോലെ പാർട്ടി നേതാക്കന്മാരെയും ഒക്കെ തെറി പറയുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളാണ് ഈ ഖാദർ മാഷ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ ഖാദർ മാഷ് നടത്തിയിട്ടുള്ളത്. അന്നൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്? അതായത് ഹമീദ്, അതായത് കമ്മിറ്റിയുടെ കൺവീനർ ഇതിൻ്റെ പണം തട്ടിയെടുക്കുന്നു, അതിന് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം ഈ ഹമീദിനെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ ഹമീദിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന വിചിത്രമായ വാദങ്ങളാണ് പറയുന്നത്. നേരത്തെ പ്രസംഗിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും ഹമീദിനെ സഹായിക്കുന്നു, പിന്നെ പറയുന്നത് എന്താ? ഇപ്പം ഹമീദിനെ എതിരായി ചെയ്യുന്നു എന്നുള്ളത്. ഇത്രമാത്രം മോശമായ രൂപത്തിലാണ് അന്ന് അവർ പത്രസമ്മേളനം നടത്തിയത്. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞത് പഞ്ചായത്ത് നോട്ടീസ് അയച്ചിട്ടില്ല എന്നാണ്. പഞ്ചായത്തിൽ ഓരോരോ സമയത്തും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന കത്ത് വരും, ഇത്ര ഉറപ്പ് എടുക്കണം. അതാത് സമയത്തൊക്കെ ഈ കമ്മിറ്റി കൺവീനറെ അറിയിച്ചിട്ടുണ്ട്. ആ കത്തുകളൊക്കെ പഞ്ചായത്തിൽ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. പിന്നെ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഇപ്പോൾ അടുത്ത ദിവസം ഈ ഒരു 9-ാം തീയതി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ പഞ്ചായത്ത് ബോർഡിൽ ഐക്യകണ്ഠേനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത്. പിന്നെ ഹമീദ് ഈ ജനറൽ ബോഡി ഭരണസമിതി യോഗത്തിൽ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഹമീദ് നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിന് ഹമീദ് മറുപടി നൽകിയിട്ടുണ്ട്. എന്ന് മറുപടി നൽകിയത്, എനിക്ക് കണക്ക് അവതരിപ്പിക്കാൻ ഒരു 5-ാം തീയതി വരെ സമയം വേണം. ഏത് 5-ാം തീയതി? ഈ ഡിസംബർ 5-ാം തീയതി വരെ ഒരു സമയം വേണം എന്ന് പറഞ്ഞിരുന്നു. ആ സമയം ഭരണസമിതി അംഗീകരിച്ചു. അതിനു മുമ്പിൽ വിയോജനക്ക് രേഖപ്പെടുത്തിയ ഭരണസമിതി അംഗീകരിച്ചു. എന്താ ഭരണസമിതി അന്നേരം പഴയ കമ്മിറ്റി ഈ കണക്കുകളൊക്കെ അവതരിപ്പിക്കണമെന്ന് പഴയ കമ്മിറ്റി UDFൻ്റെ കമ്മിറ്റിക്കാരുടെ പരാതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തേത് പഴയ കമ്മിറ്റിയുടെ യോഗം 9-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ഈ 5-ാം തീയതി കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കണക്കുകൂടി യോഗത്തിൽ വെക്കാലോ എന്ന ഉദ്ദേശത്തിലാണ് 9-ാം തീയതി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്നാൽ അതിന് മുമ്പ് ഹമീദ് പോയല്ലോ.
അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ വ്യാപകമായ പ്രചരണങ്ങൾ ഈ അമീദിനെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണങ്ങൾ ഈ ഖാദർ മാഷ് പത്രസമ്മേളനം നടത്തി, അതേപോലെ തന്നെ ഒരു റസാക്ക്, അതേപോലെ പിന്നെ ഒരു സാദിഖ്, ഇവർ 3 പേരുമാണ് പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയത്. ഞങ്ങൾ 12-ാം വാർഡിലെ മീറ്റിംഗ് വിളിച്ച സമയത്ത്, ഗുണഭോക്താക്കളെ യോഗം വിളിച്ച സമയത്ത് ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ ഈ വാർഡിലെ എല്ലാ വാർഡിലെയും യോഗത്തിൽ പങ്കെടുത്ത ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഈ റസാഖും സാദിഖും കൂടി വലിയ രൂപത്തിലുള്ള ഈ മോശമായ വാക്കുകൾ ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ ഞാൻ എൻ്റെ മറുപടിയും പറഞ്ഞു. ഞങ്ങൾ കുറേ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യോഗത്തിൽ വെച്ചിട്ട്. അപ്പം ഈ പിന്നെ ഇതിൻ്റെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ള പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി കട്ടാങ്ങലങ്ങാടിയിൽ വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിൽ ഈ ഖാദർ മാഷ് വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ഈ ഖാദർ മാഷ് പ്രസംഗിച്ചിട്ടുള്ളത്. അന്നൊക്കെ പറയുന്നത് എന്താ, അമീദിനെ സംരക്ഷിക്കുന്നത് പാർട്ടിയാണ്, അമീദിനെ സംരക്ഷിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാ പറയുന്നത്. അങ്ങനത്തെ ആൾ പറയുന്നത് പിന്നെന്താ, അമീദിനെതിരായിട്ട് തിരിഞ്ഞു എന്നാ പറയുന്നത്. ഈ റസാഖും ഇപ്പം നേരത്തെ സൂചിപ്പിച്ച റസാഖും അതേപോലെ ഈ സാദിഖിൻ്റെ നേതൃത്വത്തിൽ ഇവർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക്, ജോയിന്റ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ അടിസ്ഥാനത്തിൽ വിജിലൻസ്, അതായത് ഇന്റേണൽ വിജിലൻസ്, അത് അദ്ദേഹം പറഞ്ഞത് കലക്ടർക്ക് കൊടുത്തിട്ട് ദിവസം വന്നു നോക്കാൻ, അതൊക്കെ തെറ്റാണ്. ഇന്റേണൽ വിജിലൻസ് പഞ്ചായത്തിൽ വന്നിരുന്നു. ആ ഇന്റേണൽ വിജിലൻസ് പഞ്ചായത്തിൽ വന്നു. ആ പഞ്ചായത്തിൽ അന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വന്നത് ഒന്ന് സാദിഖ് അതേപോലെ റസാഖുമാണ്. അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഗുണഭോക്താക്കളിൽ നിന്ന് മുഴുവനായിട്ടും പൈസ പൈസ അവിടെ അടച്ചില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റായ വാദം. ഗുണഭോക്താക്കളിൽ നിന്ന് മുഴുവൻ പൈസയും പിരിച്ചെടുത്തിട്ടില്ല. റീഡിങ് എടുത്തിട്ട് ഒരു വർഷം ഈ വെള്ളം കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മാസം, അതായത് വെള്ളം കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു വർഷം മുമ്പ് റീഡിങ് എടുത്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് എടുത്തതുണ്ട്, ഒരു വർഷം മുമ്പ് റീഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു വീട്ടുകാർ ഒരു വർഷം മുമ്പ് തന്നെ 2400 ഉറപ്പിച്ചിട്ടുണ്ട്, 200 രൂപ 2400 ഉറപ്പിച്ചിട്ടുണ്ടോ. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുഴുവൻ ഗുണഭോക്താക്കളോടും പണം പിരിച്ചിട്ട് അവിടെ അടച്ചിട്ടില്ല എന്നാണ് ഈ പറയുന്ന 2 പേര്. അപ്പോൾ അവർ പല സ്ഥലത്തും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പല സ്ഥലത്തും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇയാൾ പറയുന്നൊരു വാദം, വിജിലൻസ് കട്ടാങ്ങൽ പഞ്ചായത്തിൽ അന്വേഷിക്കാൻ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ട രൂപത്തിൽ അതിനെ പ്രതികരിച്ചില്ല എന്നല്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വിജിലൻസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി ഇതാ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ കയ്യിലുണ്ട്. ഇതാണ് വിജിലൻസ് റിപ്പോർട്ട്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് തരാം. അതിൽ കറക്റ്റായിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഈ കുടിവെള്ള പദ്ധതി നിന്നതിൻ്റെ ശേഷം നടപ്പിലാക്കിയ പദ്ധതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തീരുമാനങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എന്താക്കിയിട്ടുണ്ട്. വിജിലൻസിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിജിലൻസിൽ അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വിജിലൻസിൻ്റെ അഭിപ്രായം ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ പലതവണ ശ്രദ്ധയിൽപ്പെടുത്തി രേഖാമൂലം ഒരു പരാതി പോലും പഞ്ചായത്തിൽ ഈ ഘട്ടത്തിലൊന്നും, ഈ വെള്ളം നിന്ന് പോയതിൻ്റെ മുമ്പിലൊന്നും ഒരു പരാതി പോലും അവർ സഹായിച്ചിട്ടില്ല. പിന്നെ പാർട്ടി സഹായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് പാർട്ടി നിന്നിട്ടുള്ളത്, പഞ്ചായത്തും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ നടത്തുന്ന ഈ പ്രചരണങ്ങളൊക്കെ വ്യാജമാണ്. അദ്ദേഹം ഒരു പാർട്ടി ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഗ്രൂപ്പിസം മറച്ചു വെക്കുന്നതിനാണ്. CPM ഇവിടെ ഗ്രൂപ്പിസം ഉണ്ട്, ഗ്രൂപ്പിസത്തിന് അങ്ങനെ ഒരു പ്രയാസമില്ല. ഞങ്ങൾ വളരെ ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ രണ്ടാമത് ഒരു അജീഷ് എന്ന് പറഞ്ഞൊരു മെമ്പർ, വളരെ മോശമായ രൂപത്തിൽ, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വളരെ മോശമായ രൂപത്തിലാണ്. അയാളെ ഇത് നോക്കിയാൽ അറിയാം, അയാളെ 4 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച, കഠിന തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് പത്രക്കട്ടിങ്ങാണ്. എന്തിനു വേണ്ടി അറിയോ? സ്വന്തം നേതാവിൻ്റെ, അശോകൻ എന്ന് പറയുന്ന സ്വന്തം നേതാവിൻ്റെ തല അടിച്ച് പൊട്ടിച്ചതിന് ഉള്ള കേസിൽ, വധശ്രമ കേസിൽ 4 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളാണ് അന്ന് പത്രസമ്മേളനം നടത്തിയത്. അയാളാണ് പറയുന്നത് എന്ത്, ഞങ്ങൾ പാർട്ടിയാണ്, അമീദ് മരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് പാർട്ടിയാണ്. ഇവരെ പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ രാജഗോപാലൻ ഒരു കാര്യം പറഞ്ഞു, KE രാജഗോപാലനും ഇതേ അവസ്ഥയിലാണ് മരിച്ചതെന്നുള്ളത്. KE രാജഗോപാലൻ എന്ന് പറഞ്ഞാൽ പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പാർട്ടി നേതാവായിരുന്നു. അദ്ദേഹത്തെ 5 കൊല്ലം അദ്ദേഹത്തിനെതിരെ തെറി പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടത്തുന്ന ഒരാളാണ് ഈ അജീഷ്. അന്ന് അയാളെ പ്രസംഗം നടത്തുന്നത്. അയാളെ വാർഡിൽ ഈ കുടിവെള്ള പദ്ധതി ഇല്ല. അയാളെ വാർഡിലുള്ള, ഇവിടെയുള്ള 8 വാർഡിൽ, ആ വാർഡിലല്ല അദ്ദേഹം ചാത്തമംഗലത്തുള്ളൊരു വാർഡിലാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൽ പഞ്ചായത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതാണ്, പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊരു വഴി തിരിച്ചുവിടുന്ന, ഇവരെ കുടുങ്ങുമെന്ന് തോന്നിയ സമയത്ത് വഴി തിരിച്ചുവിടുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ എനിക്കെതിരായിട്ടുള്ള
ഒരുപാട് കാര്യങ്ങൾ അതിലില്ലാത്ത സംഭവങ്ങൾ ഞാൻ ഹമീദിനെ അങ്ങനെ ഭരണസമിതി യോഗത്തിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഇതിപ്പം ജനങ്ങളോട് പറയാൻ പറ്റാത്ത രൂപത്തിലാണ് ഈ അജീഷ് ഉൾപ്പെടെയുള്ള UDF മെമ്പർമാർ, റഫീഖ് ഉൾപ്പെടെയുള്ള UDF മെമ്പർമാരെ യോഗത്തിൽ പറഞ്ഞത്. ഇവനെ വെറുതെ വിടാൻ പറ്റൂല, ഇവന്റെ പേരിൽ കേസെടുക്കണം, പല രൂപത്തിലും പറയുന്നത്. അതിപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ പേരിൽ കിട്ടിയേക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ പോരായ്മകൾ വന്നത് പറയണല്ലോ. ഈ പൈസ പിരിച്ചെടുത്തിട്ടില്ല, പിടിച്ചെടുക്കാൻ കഴിയാത്തതും അവിടെ അടക്കാൻ കഴിയാത്തതൊക്കെ പോരായ്മ. ആ പോരായ്മ നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടായ സംഭവങ്ങൾ അംഗീകരിക്കല്ലാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അതാണ് സംഭവ. അപ്പം അതിനെ മാറ്റിത്തിരിക്കുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്കെതിരെ ഇതിൽ ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി അവർക്കെതിരെ, ഈ 3 പേർക്കെതിരെ ഇത്രത്തോളം ഈ ഹമീദ് മരിക്കാനിടയായ സാഹചര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 വ്യക്തികളാണ്. അതിനെല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. അത് അവരോട് മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യ അബ്സെൻ്റ് എടുത്ത് അദ്ദേഹം ആ കാര്യങ്ങൾ, ഈ 3 ആളെ പേരും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പറയും. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ 3 പേരാണ് ഈ മരണത്തിന് ഉത്തരവാദികളായാലും, ഒരു തർക്ക കാര്യത്തിലില്ല. അപ്പോൾ അവരെ പേരിൽ അതിശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതേപോലെ അവരെ 3 പേരിൽ ഇന്ന് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനപ്രകാരം തന്നെയാണ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. ഇത് ഞങ്ങളിത് ഇങ്ങനെ ഹമീദിൻ്റെ മരണശേഷം അനുശോചന യോഗം കഴിഞ്ഞ് ഇങ്ങനെ അതിനോടുകൂടി ഇത് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ, കാരണം ഒരു ഏതായാലും മരിച്ചുപോയി, ഹമീദ് നമുക്ക് നഷ്ടപ്പെട്ടു, ഇനിയും ഇതൊരു വിവാദം ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചു നിന്ന സമയത്താണ് ഇവർ മാവൂരിൽ മരണത്തിന് ഉത്തരവാദികളായ 3 പേർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഹമീദിന്റെ ഭാര്യ ഹഫ്സ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മരിച്ചുപോയ ഹമീദ് ഖാൻ്റെ ഭാര്യ ഹഫ്സയാണ്. NPCC കുടിവെള്ള പദ്ധതിയുടെ കൺവീനറായിരുന്നു മൂപ്പര്. നല്ല രീതിയിൽ കുടിവെള്ള പദ്ധതി മുന്നോട്ട് പോയതാണ്. അതിൻ്റെ ഇടക്കാണ് 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പുറത്തിറങ്ങാൻ കഴിയാതെയും ഒക്കെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കുടിശ്ശിക വന്നത്. അങ്ങനെ വാട്ടർ അതോറിറ്റിൻ്റെ ഇത് വെള്ളം കട്ട് ചെയ്യുകയും അപ്പം തന്നെ പഞ്ചായത്ത് യോഗം വിളിച്ചിങ്ങാണ്ട് ഗുണഭോക്താക്കളിൽ നിന്ന് പൈസ പിരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതിൻ്റെ യോഗത്തിലൊക്കെ മൂപ്പര് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് UDFകാർ, അതായത് ഖാദർ മാഷും അങ്ങനത്തെ ആൾക്കാർ ഈ കള്ളപ്രചരണമായിട്ട് മുന്നോട്ട് വന്നത്. പെരുങ്കള്ളനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഖാദർ മാഷ് പ്രസംഗിച്ചത് പല സ്ഥലത്തും. പിന്നെ ഈ സാദിഖ്, റസാഖ് എന്നിവരൊക്കെ അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി അവതരിപ്പിക്കുകയും മൂപ്പരെ മോശമായ രീതിയിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എന്നോട് പറയലുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് ഇത് കഴിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, ഖാദർ മാഷ് കുറേ കാലമായി എന്നെ ഇട്ടുങ്ങാണ്ട് ബുദ്ധിമുട്ടാക്കുകയാണ്, വല്ലാതെ ഒലുമ്പാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ടിയും പഞ്ചായത്തും ഒക്കെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ നല്ല സഹായിച്ചിട്ടുണ്ട്. പക്ഷെ മരണത്തിന് ഉത്തരവാദികൾ ഈ 3 പേരും തന്നെയാണ്. അവർക്കെതിരെ നല്ല ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മാവൂർ പോലീസിലും ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് മരിച്ചത്. ഉറപ്പാണ്. കത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇയാൾ ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇയാൾ പ്രയാസപ്പെടുന്നത്. കണക്ക് ഏകദേശമൊക്കെ തന്നിട്ടുണ്ട്. കണക്ക് ഏകദേശം വാർഡിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള പൈസ ഇതൊക്കെ ഓരോ വാർഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ഓരോ വാർഡിലേക്കും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സുഹൃത്തുക്കളെ സഹായത്തിന് കൂട്ടും. നിലവിൽ ഇപ്പൊ കറക്റ്റ് കണക്ക് കിട്ടിയില്ല. ഓരോ വാർഡിലും പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടാനുള്ള പൈസന്റെ കണക്കൊക്കെ അയാൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വാർഡിലേയും കൊടുത്തിട്ടുണ്ട്. തരാനുണ്ട്. അതിൽ തന്നെ ഇത് 1 വർഷം 1.5 വർഷം തോക്കുണ്ട്. കഴിഞ്ഞ മാർച്ച് വരെ അവിടെ അടച്ചിട്ടുണ്ട് പൈസ. ഇല്ല, പരാതി കൊടുത്തില്ല. കൊടുക്കും. എന്നെ വാർത്താ സമ്മേളനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. കാരണം ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണല്ലോ ഇയാൾ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ നമ്മള് കേസ് കൊടുക്കും. അതെ, പരാതി കൊടുത്തു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ഹമീദിന്റെ ഭാര്യ ഹഫ്സ,
മകൻ ജെറി, CPIM ലോക്കൽ സെക്രട്ടറി പ്രസാദ് എന്നിവർ പങ്കെടുത്തു. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ്. ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഐറ്റംസിന് 10% മുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഓഫറിൽ 490 രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും 190 രൂപ മുതലാണ് വില വരുന്നത്. 390 രൂപ വില വരുന്ന ലേഡീസ് സ്കേർട്ടുകൾ ഈ ഓഫറിൽ വെറും 149 രൂപ മുതൽ ലഭ്യമാണ്. ഇവിടെ ഇപ്പോൾ ഷോളുകൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. 99 രൂപ മുതലാണ് വില വരുന്നത്. 490 രൂപ വില വരുന്ന ജെൻസ് ട്രെൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും 199 രൂപ മുതൽ ലഭ്യമാണ്. 390 രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും 100 രൂപ മുതൽ ലഭ്യമാണ്. 399 രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും 99 രൂപ മുതൽ ലഭ്യമാണ്. 299 രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും 149 രൂപ മാത്രം. നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ്, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ. ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.